ഇന്ത്യ എന്നെങ്കിലും ലോകകപ്പ് ഫുട്ബോൾ കളിക്കുമോ? പ്രതീക്ഷ കൈവിടേണ്ട. ഇന്ത്യൻ കുട്ടികൾ ഇതാ യൂറോപ്പിൽ പോയി ഒരു ടൂർണമെന്റിൽ പങ്കെടുത്ത് കപ്പടിച്ചു വന്നിരിക്കുന്നു. ഇവരിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. Oh my God! ഇവരെ ഒന്ന് രാഗി മിനുക്കിയെടുത്താൽ അത് ഇന്ത്യൻ ഫുട്ബോളിലും വലിയ വിസ്മയം ഉണ്ടാക്കും. ഫിൻലാൻഡിൽ നടന്ന പ്രശസ്തമായ ഹെൽസിങ്കി കപ്പ് ജൂനിയർ ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ മിനർവ അക്കാദമി ടീം ചരിത്ര വിജയം സ്വന്തമാക്കി തിരിച്ചു വന്നിട്ടുള്ളത്. ടൂർണമെന്റിലുടനീളം അത്ഭുതകരമായ പ്രകടനമാണ് ഇന്ത്യൻ കുട്ടികൾ നടത്തിയത്. ഫിന്നിഷ് ക്ലബ്ബായ ഹെൽസിങ്കിൻ പോണിസ്റ്റേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 19 ഗോളുകൾക്കാണ് മിനർവ അക്കാദമിയുടെ കുട്ടികൾ വിജയിച്ചത്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ HJK ഫിൻലാൻഡിനെ 1-0 തോൽപ്പിച്ചായിരുന്നു ഇന്ത്യൻ കുട്ടികൾ കപ്പടിച്ചത്. ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ലോകകപ്പ് നടക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ കുട്ടികൾ യൂറോപ്പിൽ പോയി നടത്തിയ ഈ മിന്നും പ്രകടനം വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ കുട്ടികളെ ഈ വലിയ വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. അത് പരിശീലകൻ രഞ്ജിത്ത് ബജാജിന്റെ പേര് തന്നെയാണ്. യൂറോപ്പിലെ അന്താരാഷ്ട്ര യൂത്ത് ടൂർണമെന്റിൽ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിനായി തന്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് 56 ലക്ഷം രൂപ വായ്പയെടുത്താണ് അദ്ദേഹം പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഈ മിടുക്കന്മാർ കാത്തു. മികച്ച പരിശീലനവും വേദികളും ലഭിച്ചാൽ ഇന്ത്യക്കും ഫുട്ബോളിൽ മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് രഞ്ജിത്ത് ബജാജും സംഘവും നമുക്ക് കാണിച്ചിട്ടുണ്ട്. 23 മത്സരങ്ങൾ കളിച്ച കുട്ടികൾ 295 ഗോളുകളാണ് അവിടെ അടിച്ചുകൂട്ടിയത്. ഈ കുട്ടികൾക്ക് മികച്ച പിന്തുണയും പ്രോത്സാഹനവും നൽകിയാൽ തീർച്ചയായും 2030-ലോ 34-ലോ ഇന്ത്യൻ ദേശീയ ഗാനവും ലോകകപ്പ് വേദിയിൽ മുഴങ്ങും. യൂറോപ്പിൽ പോയി മത്സരിച്ച് ഫുട്ബോളിൽ ഒരു കിരീടം നേടി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികൾ പന്ത് തട്ടി തിരിച്ചു വന്നിട്ടുള്ളത്. കൊടുക്കാം അവർക്കൊരു बिग सैल्यूट। 100 साल में कभी इनको ऐसी डिफीट नहीं मिलेगी जो आज देखी जाएंगे यहाँ। भारत माता की जय। 1 2 3 इंडिया 1 2 3 इंडिया।